പ്രൈസ് ദി ലോർഡ്. യേശുവിൽ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വചനശക്തി ശുശ്രൂഷയിലേക്ക് യേശുവിന്റെ നാമത്തിൽ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. ഇന്ന് നാം ചിന്തിക്കുന്ന ദൈവവചനം വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായം 34-ാം വാക്യമാണ്. അവിടെ നാം ഇപ്രകാരം വായിക്കുന്നു: അതിനാൽ നാളെയെക്കുറിച്ച് നിങ്ങൾ ആകുലരാകരുത്. നാളത്തെ ദിനം തന്നെ അതിനെക്കുറിച്ച് ആകുലപ്പെട്ടുകൊള്ളും. ഓരോ ദിവസത്തിനും അതതിന്റെ ക്ലേശം മതി. ആമേൻ. വളരെ മനോഹരമായ ഒരു ദൈവവചനം. എന്താണ് ഈ വചനം നമ്മളോട് ആവശ്യപ്പെടുന്നത്? നാളെയെക്കുറിച്ച് നിങ്ങൾ ആകുലരാകരുത്. എന്നാൽ നമ്മുടെ ജീവിതത്തിൽ ധാരാളം ആകുലതകളും ഉത്കണ്ഠകളും എപ്പോഴും വന്നു പോയിക്കൊണ്ടേയിരിക്കും. ഈ ഒരു സാഹചര്യത്തിലാണ് ദൈവവചനം വലിയൊരു വെല്ലുവിളിയായി നമ്മുടെ മുമ്പിൽ നിൽക്കുന്നത്. ഈശോ നമ്മളോട് ആവശ്യപ്പെടുകയാണ്, നാളത്തെ ദിനം തന്നെ അതിനെക്കുറിച്ച് ആകുലപ്പെട്ടുകൊള്ളും. നിങ്ങൾ ആകുലരാകരുത്. എന്തെന്നാൽ ഓരോ ദിവസത്തിനും അതതിന്റെ ക്ലേശം മതി. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആകുലരാകുമ്പോൾ എന്താണ് നമുക്ക് സംഭവിക്കുന്നത്? നാം ആകുലപ്പെടുമ്പോൾ, നാം ഉത്കണ്ഠാകുലരാകുമ്പോൾ നാം ഇന്ന് ജീവിക്കാൻ മറന്നുപോകുന്നു. ഇന്നിന്റെ ഉത്തരവാദിത്തം മറന്നുപോകുന്നു. ഇന്നത്തെ ജീവിതത്തിന്റെ സൗന്ദര്യം ആസ്വദിക്കാൻ സാധിക്കാതെ വരുന്നു. ഇന്നിന്റെ സന്തോഷങ്ങൾ നമുക്ക് ആസ്വദിക്കാൻ പറ്റാതെ വരുന്നു. ഇന്നത്തെ ബന്ധങ്ങൾ ദൃഢമാക്കാൻ നാം മറന്നുപോകുന്നു. നമുക്ക് പറ്റാതെ വരുന്നു. ആകയാൽ ഇന്നത്തെ ജീവിതം, ഈ നിമിഷം ആകുലതയിലൂടെ നമുക്ക് നഷ്ടപ്പെടുന്നു. നാളത്തെക്കുറിച്ച് ആകുലപ്പെടുമ്പോൾ ഇന്ന് ജീവിക്കാൻ പലരും മറന്നുപോകുന്നു. അവിടെ ദൈവവചനം നമ്മളെ ആശ്വസിപ്പിക്കുകയാണ്. ദൈവവചനം നമ്മളോട് ആവശ്യപ്പെടുകയാണ്, നാളത്തെ ദിനം തന്നെ അതിനെക്കുറിച്ച് ആകുലപ്പെട്ടുകൊള്ളും. ഇന്നത്തെ ദിവസം നമ്മുടെ കഴിവിന്റെ പരമാവധി അനുസരിച്ച്, ദൈവഹിതത്തിനനുസരിച്ച് നമ്മുടെ ഉത്തരവാദിത്തങ്ങൾ പൂർത്തിയാക്കുമ്പോൾ, ബാക്കിയെല്ലാം ദൈവപരിപാലനയിൽ ആശ്രയിച്ച് ദൈവത്തിന് സമർപ്പിച്ച് ദൈവത്തിൽ വിശ്വസിക്കുമ്പോൾ, നാളത്തെ ആകുലതകൾ ദൈവം ഏറ്റെടുക്കും. നാളത്തെ ആകുലതകളിൽ ദൈവം പരിഹാരം കണ്ടെത്തും. ഈ ഒരു വിശ്വാസം നമ്മളിൽ വർദ്ധിക്കണം. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, യേശുവിന്റെ ഈ വചനം നമുക്ക് പൂർണ്ണമായും കണ്ണടച്ച് വിശ്വസിക്കാം, അനുസരിക്കാം. ഇന്നത്തെ കാര്യങ്ങൾ ദൈവകൃപയോടെ നമുക്ക് ചെയ്തു തീർക്കാം. നാളത്തെ ദിവസം ദൈവത്തിന്റെ കരങ്ങളിലേക്ക് വിട്ടുകൊടുക്കാം. അവിടുത്തെ പ്രവർത്തനം നടക്കട്ടെ, ദൈവഹിതം അനുസരിച്ച് നടക്കട്ടെ. ദൈവപരിപാലനയിൽ ആശ്രയിക്കാനുള്ള ഒരു കൃപ ദൈവം നമുക്ക് എല്ലാവർക്കും തരട്ടെ. വചനശക്തിയാൽ നമ്മളെല്ലാവരും നിറയട്ടെ. നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം. ഈശോയെ, ഞങ്ങൾ അങ്ങയെ വിശ്വസിക്കുന്നു. ഈശോയെ, ഞങ്ങൾ അങ്ങയെ ആശ്രയിക്കുന്നു. ഞങ്ങൾ അങ്ങയെ സ്നേഹിക്കുന്നു. ദൈവപരിപാലനയിൽ ആശ്രയിക്കുന്നു. ഇന്നത്തെ ദിവസം ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് ദൈവഹിതമനുസരിച്ച് ഞങ്ങളുടെ ഉത്തരവാദിത്തങ്ങൾ ചെയ്യാൻ കൃപ തരണമേ. നാളത്തെ ദിനത്തെ കർത്താവെ അങ്ങേക്ക് ഞങ്ങൾ പൂർണ്ണമായി സമർപ്പിക്കുന്നു. ദൈവപരിപാലനയിൽ ആശ്രയിച്ച് ഞങ്ങളുടെ ഉത്കണ്ഠകളെ അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. ദൈവമേ, അങ്ങയുടെ ഹിതം നിറവേറട്ടെ. ആമേൻ. ദൈവം നിങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്.